1998 ബ്രിട്ടനിലെ ഒരു ഗവേഷകനായിരുന്ന ഐസക് മോസസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി PhD വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ ഗ്രന്ഥരചനയ്ക്ക് സഹായകമാകുന്ന ഇസ്ലാമിക് റഫറൻസുകൾ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ജർമ്മനിയിലെ ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതണം, അതിനാവശ്യമായ സഹായം നിങ്ങൾ ചെയ്തു തരണം, എനിക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കണം. അപ്പോൾ ജർമ്മനിയിലെ ഇസ്ലാമിക് ലൈബ്രറി അത് സമ്മതിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ഗ്രന്ഥങ്ങളൊക്കെ കൈമാറുകയും അങ്ങനെ ഡോക്ടർ ഐസക് മോസസ് പ്രവാചകനെക്കുറിച്ച് പഠിച്ച് ഗ്രന്ഥരചന ആരംഭിച്ചു. പക്ഷെ അദ്ദേഹം ഇടക്ക് വച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതിയാകെ മാറി. പ്രവാചകനെ വിമർശിക്കാനാണ് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയതെങ്കിലും തന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകനെ എതിരെ എഴുതി ചേർക്കാൻ പറ്റിയ ഒരു കണ്ടന്റും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ളത് വായിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുകൂലിച്ചും പ്രതികൂലിച്ചും എഴുതിയ ആളുകളുടെ പുസ്തകങ്ങൾ ജർമ്മനിയിലെ ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്നും അദ്ദേഹം വാങ്ങി വായിച്ചു നോക്കി. പക്ഷെ തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റിയ പ്രവാചകനെതിരായ ഒരു കണ്ടന്റും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ചെയ്തത്, പ്രവാചകനെ വിമർശിച്ച് പുസ്തകം എഴുതി PhD വാങ്ങാൻ തീരുമാനിച്ച ഐസക് മോസസ് പ്രവാചകൻ അനുകൂലമായ ഒരു ഗ്രന്ഥമാക്കി തീർക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ബ്രിട്ടനിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ലോകമത് അത്ഭുതപൂർവ്വം വായിച്ചു. 1998 ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ കൃത്യമായും വളരെ കണിശമായും ആധികാരികമായും സൂക്ഷ്മമായും